ഏകദേശം മാർക്കറ്റ് 2 പോയിൻ്റ് പ്ലസ്സാണ്. 2 പോയിൻ്റ് ഇപ്പോൾ പ്ലസ്സാണ് മാർക്കറ്റ്. ന്യൂട്രൽ എന്ന് പറയാം. ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുന്ന കാരണം ഇന്നലെ എല്ലാവരെയും കാൽക്കുലേഷൻ തെറ്റിച്ചുകൊണ്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയി. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ ഡീറ്റെയിൽസുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, ക്ലയൻസുകൾക്കൊക്കെ. എന്നാണ് ഈ ടേൺ പെട്ടെന്നുള്ള സെൽ ഓഫ് വരുന്നതിനുള്ള കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അടുത്തത് AI ആക്ടിവിറ്റിയാണ്. ഇന്നലെ മാർക്കറ്റിൽ ഹെവി ഒരു സെൽ ഓഫ് ഉണ്ടായപ്പോൾ പോലും മെയിനായിട്ട് മാർക്കറ്റിൽ ബൈ എടുത്തിരിക്കുന്ന നമ്മൾ കൃത്യമായിട്ട് നോക്കി കാണുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ആണ് വന്ന് 5371 കോടി. അപ്പോൾ ഇതാണ് മാർക്കറ്റിനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്ന പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ കൊണ്ടെത്തിക്കാൻ കാരണം. എങ്കിലും നമ്മളെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിംഗ് ആണ് ഏകദേശം 2700 കോടി. ഇതൊരു നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് വെച്ച് എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ട്രെൻഡ് എടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം, കുറച്ചെങ്കിലും എടുക്കുന്നതിന് കാരണം അത് FIIൻ്റെ ബൈ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ എങ്കിലും നമുക്കറിയാം 2-ാം തീയതി വരുന്ന ന്യൂസ്, താരിഫായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് കാരണം മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ഈ 2 സൈഡിലേക്കും കളിക്കാൻ നിഫ്റ്റി ഫ്യൂച്ചർ ഷോർട്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സമയങ്ങളാണ് മാർക്കറ്റിൽ. 2 സൈഡിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എങ്കിലും നമ്മൾ നോക്കേണ്ടത് ഒരു ഷെയർ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ആവറേജ് ട്രേഡിംഗ് പ്രൈസിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ടും ഒക്കെ നിങ്ങളൊരു 9.25 ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ റേഞ്ച് താഴെ വന്നാൽ നിങ്ങൾക്ക് നെഗറ്റീവ് പെട്ടെന്ന് ഫീൽ ചെയ്യാനും അതല്ലെങ്കിൽ അതിന് അവിടെ വന്നിട്ട് തിരിച്ച് കയറുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വലിയ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് US കൺസ്യൂമർ കോൺഫിഡൻസിൻ്റെ ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നപ്പോൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്നത് 12 കൊല്ലത്തെ ലോയിലേക്ക് പോയി എന്നുള്ളതാണ്. 12 കൊല്ലം, അത് ഭയങ്കര റേഞ്ച് തന്നെയാണ്. 12 കൊല്ലത്തെ ഡൗണിലേക്കാണ് കൺസ്യൂമർ ഡാറ്റ പോയിരിക്കുന്നത്. ഇത് വളരെ നെഗറ്റീവാണ് അമേരിക്കൻ മാർക്കറ്റ്. എന്നിട്ട് പോലും മാർക്കറ്റ് അവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് മൈനസ് ട്രെൻഡിലാണ്, അല്ല പ്ലസ് ട്രെൻഡിലാണ്. ജസ്റ്റ് പ്ലസ് എന്നുള്ള രീതിയിലാണ് പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ന്യൂസ് വന്നിട്ട് പോലും പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്ലസ്സായിട്ട് എടുക്കാം, എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പോൾ മാർക്കറ്റിൻ്റെ US ഫ്യൂച്ചർ എടുത്ത് നോക്കിയാലും 33 പോയിൻ്റ് അപ്പാണ്. US 500 എടുത്താലും ജസ്റ്റ് പ്ലസ്സാണ്. എല്ലാം ജസ്റ്റ് ടെക്കായാലും ജസ്റ്റ് പ്ലസ്സാണ്. എല്ലാവരും ജസ്റ്റ് പ്ലസ് റേഞ്ച് മാത്രം പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എനിക്കൊരു മാർക്കറ്റെല്ലാം ഒരു ന്യൂട്രൽ ബൈസിലാണ് നിൽക്കുന്നത്. ഒരു ന്യൂസിനെ കാത്തിട്ട് മാർക്കറ്റ് ഒരു ന്യൂട്രൽ ബൈസിലാണ് നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റുന്നത്. നമുക്ക് ന്യൂട്രലായിട്ട് പോകാം മാർക്കറ്റിൽ. ADR ഒരു നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു മൂവ്മെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 1.5% അപ്പാണ്. വിബ്രോ ADR ജസ്റ്റ് പ്ലസ്സാണ്. HDFC ADR ജസ്റ്റ് പ്ലസ്സാണ്. ICICI ADR മൈനസിലേക്ക് പോയിട്ടുണ്ട്. ICICIൻ്റെ ADR മൈനസിലേക്ക് പോയിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി ADR ഡൗൺ ആണ്. നമുക്ക് ഇവിടുന്ന് നാഗൂടെ ഇൻഫോസിൻ്റെ മാറ്റി നിർത്തിയാൽ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. ഇൻഫോസിനെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട്, ഓൾറെഡി ഇന്നലെ ഹൈ എടുത്ത കൗണ്ടറാണ്. വീണ്ടും റീ ഓപ്പൺ ഇന്ന് IT സെക്ടറിൽ ബൂം ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും അതിൽ സെൽ ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഡോളർ ഇൻഡെക്സ് ഒന്ന് അപ് ട്രെൻഡ് വന്നിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് അപ് ട്രെൻഡ് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ചെറിയ പോസിറ്റീവ് അമേരിക്കൻ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് ഇത് നെഗറ്റീവാണ്. എങ്കിൽ തന്നെ ഈ 104 കട്ട് ചെയ്തിട്ടില്ലേ, 104 കട്ട് ചെയ്യാത്തത് കൊണ്ട് ഇന്നലത്തെ ഞാൻ ഉദ്ദേശിച്ച് 104 കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ 104 ഒന്നും കട്ട് ചെയ്തില്ല. അപ്പോൾ ഇതൊരു സൈഡ് വേസിലേക്ക് പോവുകയാണ് ഡോളർ ഇൻഡെക്സിന് മുകളിലേക്ക് പോകാനുള്ള താല്പര്യം CPI വന്നു. ഡോളർ ഇൻഡെക്സിലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകാനുള്ള കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ റുപ്പി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ സാധ്യതയാണ്. റുപ്പി മോശമാവാനുള്ള സാധ്യത ഇന്ന് കുറവാണ്. അപ്പോൾ റുപ്പി മോശമാവില്ല എന്നുള്ള നിലയ്ക്ക് ഇനി റുപ്പി ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൽ ഓഫ്, റുപ്പിയുടെ ഡിസ്കൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള സെൽ ഓഫ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് റുപ്പി സെക്ഷനിൽ പോസിറ്റീവ് തന്നെ കൊടുക്കാം. പോസിറ്റീവ് ട്രെൻഡിലായിരിക്കും മാർക്കറ്റ് നിൽക്കുക. എനിക്ക് തോന്നുന്നു റുപ്പിയും അധികം വാച്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അടുത്ത NCC ലിമിറ്റാണ്. ബേസിക്കലി ഹെവി ന്യൂസാണ്. BSLൻ്റെയൊക്കെ വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. BSLൻ്റെ വലിയ ഓർഡറാണ്. അപ്പോൾ
അതിൻ്റെ പേരിൽ ഇതൊരു ഗുഡ് ന്യൂസ് ഉള്ളതുകൊണ്ട് ട്രേഡിങ്ങിൽ സീലിംഗ് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഫണ്ടമെൻ്റലി ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാക്കി NCC ചിലപ്പോൾ ഓപ്പണിംഗ് തന്നെ സീലടിക്കാനുള്ള സാധ്യതയുണ്ട്. ഹെവി ഓർഡറുകളാണ് BSNL വന്നിരിക്കുന്നത്. ഒരു മാർക്കറ്റിൻ്റെ അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ആസ്റ്റർ DM എനിക്ക് തോന്നുന്നു നല്ലൊരു ബൈ ആയിട്ട് തോന്നുന്നുണ്ട്. ആസ്റ്റർ DM ഈ മാർക്കറ്റ് ക്രാഷിലൊന്നും അത്ര സ്വാധീനിച്ചിട്ടും കൂടി ഇല്ലാത്തൊരു കൗണ്ടറാണ്. ഇതിന് അമേരിക്കയായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മെഡിക്കൽ സെക്ഷനിലെ ആസ്റ്റർ DM ഒരു ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഷെയർസിലൊന്ന് ശ്രദ്ധിക്കുകയാണ്. IREDA ഇറിഡ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്ന കൗണ്ടറായിരിക്കും. ട്രേഡിംഗ് എന്നൊരു ബൈസിലാണ് ഞാനത് പറയുന്നത്. മൂവ്മെൻ്റ് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഇറിഡ അതിൽ ONGCയിലൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില കയറുന്നുള്ളതും NCC ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ട്രെൻഡാണ്. ബേസിക്കലി ഇന്നലെ തൊട്ട് മിനിഞ്ഞാന്ന് തൊട്ടുള്ള മൂവ്മെൻറ്റ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഹൈയിൽ വെച്ചിട്ടാണ് ഇത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. എങ്കിൽ തന്നെയും ഇത് പറയുക പലപ്പോഴും മാർക്കറ്റിൽ താഴത്ത് കൈ കുടുങ്ങിയാലും ഇത് തിരിച്ച് കയറുന്നുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നത് ടാറ്റയുടെ ട്രെൻഡ് പ്രാൻസാണ് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഒരു ലോങ് ടൈം ആയിക്കോട്ടെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കൗണ്ടർ ആയിരിക്കുമെന്ന് തോന്നുന്നു. വെസ്റ്റ് സൈഡൊക്കെ അതിൻ്റെ ടീം വർക്ക് തന്നെയാണ്. ഓക്കെ, നിഫ്റ്റിയിലേക്ക് തന്നെ വരാണ്. നിഫ്റ്റി ഏകദേശം 50 തൊട്ട് 70 പോയിൻ്റ് വരെ 50 തൊട്ട് 70 പോയിൻ്റ് വരെ ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് വരികയാണ്. അപ്പോൾ അതൊരു ട്രെൻഡ് പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം അമേരിക്കയിൽ നെഗറ്റീവ് ന്യൂസ് വന്നിട്ട് ഇതുവരെയും താഴത്തേക്ക് പോയില്ല. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ വെച്ചിട്ട് വലിയൊരു നെഗറ്റീവ് ന്യൂസ് പ്രതീക്ഷിച്ചിട്ട് അമേരിക്കയിൽ സംഭവിക്കണമെന്നില്ല. FII ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് മാർക്കറ്റിൽ. DS 2 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് നോക്കാനുള്ളത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് മാർക്കറ്റ് തുടങ്ങി ഒരു 945 കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിലൊരു സപ്പോർട്ട് നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് താഴെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്സിലും സെല്ലിങ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ഷെയറിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ശ്രമിക്കുക. നിഫ്റ്റിയിലും സ്റ്റോപ്പ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഒരു 945 വരെ സമയം കൊടുക്കണം, ആവറേജ് ടൈം കേട്ടോ. എന്നാലൊരു അതിനൊരു മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.